10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും, CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും, ഡ്രൈവർ പോസ്റ്റുകളും, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. നമ്മളെല്ലാവരും കേരള PSCയുടെ CPO 2025, WCPO 2025 എന്നീ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് പിന്നാലെ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. കാക്കി അണിയുക ജീവിത വ്രതമായി സ്വീകരിച്ചവരും, ഒരു യൂണിഫോം തസ്തിക സ്വപ്നമായി കൊണ്ട് നടക്കുന്നവരും, എത്രയും പെട്ടെന്ന് സർക്കാർ സർവീസിൽ പ്രവേശിക്കണം എന്ന ആഗ്രഹവുമായി, തീവ്രമായ ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്ന ഒരു പിടി ഉദ്യോഗാർത്ഥികളുടെ സ്വപ്ന ജോലി കേരള പോലീസിന്റെ ഭാഗമാകാനുള്ള അവസരം. കേരള PSC ഇതാ ഏറ്റവും പുതിയ സിലബസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സിലബസിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിനു മുമ്പ് നടത്തിയ CPO വെബിനാറിലടക്കം വ്യക്തമായി തന്നെ അതിന്റെ സൂചന നൽകിയിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും CPO സിലബസിലും ഉണ്ടായിരിക്കും എന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ അധ്യാപകർ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഏതാണ്ട് അത് തന്നെയാണ് PSC പുതിയ സിലബസ് പരിഷ്കരണത്തിലൂടെ കൊണ്ടുവന്ന മാറ്റവും. അപ്പൊ എന്താണ് പുതിയ സിലബസ്? പുതിയ സിലബസ് അറിയണ്ടേ? എങ്ങനെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുക? ചിട്ടയായ പഠനം എങ്ങനെ നമുക്ക് സജ്ജീകരിക്കാം? സ്പെഷ്യൽ ടോപ്പിക്കിനെ എങ്ങനെ വരുതിയിലാക്കാം? തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ പരിശോധിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഈ സിലബസിനെ, സ്പെഷ്യൽ ടോപ്പിക്കിനെ നമ്മൾ അടിമുടി ഒന്ന് പരിശോധിക്കുകയാണ്. നമ്മുടെ സിലബസിൽ നോക്കുക, മാറിയ സിലബസ് അറിയണ്ടേ? മാറിയ സിലബസ് അറിയാതെ ഇപ്പോഴും പഴയ സിലബസ് വെച്ച് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, നമ്മുടെ സിലബസ് മാറി, വകുപ്പുകൾ മാറി, സെഷൻസിന്റെ എണ്ണം വർദ്ധിച്ചു, അടിപൊളി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: സ്പെഷ്യൽ ടോപ്പിക് എത്ര മാർക്കിനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ മാറ്റങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉള്ളത്? ഏതൊക്കെ നിയമങ്ങളിലാണ് മാറ്റങ്ങൾ ഉള്ളത്? ഇതാണ് പ്രധാന ചോദ്യം. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറിയോ? അതോ എത്ര മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് മാറിയത്? ഏതെല്ലാം ടോപ്പിക്കുകളാണ് മാറിയത്? അറിയണ്ടേ? നോക്കൂ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും മാറ്റം വന്നത് 3 ക്രിമിനൽ നിയമങ്ങളാണ് അടിമുടി മാറിയത്. 3 ക്രിമിനൽ നിയമങ്ങൾ അടിമുടി മാറി സിലബസ് ഒന്നടങ്കം പരിഷ്കരിക്കപ്പെട്ടു. ഇനി മറ്റൊരു ചെറിയ മാറ്റം വന്നത് IT ആക്ട് 2000 ഒരു വകുപ്പ്, ഒരേ ഒരു സെക്ഷൻ കൂട്ടിച്ചേർത്തു. അത് സെക്ഷൻ 78 എന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തത്. ഈ മാറ്റമാണ് സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ വന്നത്. മറ്റൊരു ടോപ്പിക്കിലും മാറ്റങ്ങളില്ല എന്ന കാര്യം ഓർക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ 100 മാർക്കിന്റെ CPO പരീക്ഷയിൽ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രധാനപ്പെട്ട 9 മാർക്കിന്റെ 3 ക്രിമിനൽ നിയമങ്ങളും അതുപോലെ IT ആക്ട് 2000 ഒരു സെക്ഷനും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇതാണ് വന്ന പ്രകടമായ മാറ്റം എന്ന് നമ്മൾ അറിയണം. IT ആക്ട് 2000 ഒരേ ഒരു വകുപ്പ് മാത്രമാണ് കൂട്ടിച്ചേർത്തത്. എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരപരിധി, അധികാരത്തെക്കുറിച്ച് പറയുന്നു. IT ആക്ട് 2000 പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ കുറഞ്ഞ റാങ്ക് ഏതാണ്? ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് IT ആക്ടിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തെല്ലാമാണ്? തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. സെക്ഷൻ 78 IT ആക്ട് 2000 ഒരേ ഒരു വകുപ്പാണ് കൂട്ടിച്ചേർത്തത്. അത് നിസ്സാരമായിട്ട് നമുക്ക് പഠിക്കാം. 1860 IPC ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ് 1860 പകരം സിലബസിൽ വന്ന വലിയ മാറ്റമാണ്. നമുക്കറിയാം, ഭാരതീയ ന്യായ് സംഹിത 2023. ഭാരതീയ ന്യായ് സംഹിത 2023 IPCക്ക് പകരം വന്ന പുതിയ നിയമമാണ്. നോക്കൂ, നമ്മുടെ സിലബസിൽ ഇനി IPC ഇല്ല,
പകരം നിങ്ങളുടെ CPO WCPO പരീക്ഷാ സിലബസിൽ IPC ഇല്ലാതായി കഴിഞ്ഞു. പകരം വന്ന പുതിയ ടോപ്പിക് ഭാരതീയ ന്യായ സംഹിത 2023 ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമം മാറിയത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ഇന്ത്യൻ തെളിവ് നിയമം 1872 എന്നൊരു നിയമം ഇനിയില്ല നിങ്ങളുടെ സിലബസിൽ, നിങ്ങൾ പഠിക്കേണ്ട. പകരം ഇതിന് പകരമായി നിലവിൽ വന്ന പുതിയ നിയമത്തിന്റെ പേര് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ആണ് നിങ്ങളുടെ സിലബസിലെ പുതിയ നിയമം. ഓക്കെ, അടുത്തത് മൂന്നാമത് നിയമം ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973. ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973, CRPC ആക്ട് എന്നെല്ലാം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡെഫിനിഷനും പോലീസ് ഉദ്യോഗസ്ഥന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ നടപടികളും സമൻസ് കേസും വാറണ്ട് കേസും ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നേരത്തെ CPO പരീക്ഷയ്ക്ക് തയ്യാറായവർക്കറിയാം. നോക്കൂ, ഈ പഴയ നിയമവും ഇനിയില്ല. പകരമായി നിങ്ങളുടെ സിലബസിലുള്ളത് എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ അടിമുടി മാറിയ കെട്ടും മട്ടും സെഷനുകളുടെ എണ്ണം പരിഷ്കരിക്കുകയും സെഷനുകൾ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്ത 3 പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഒന്ന്, ഭാരതീയ ന്യായ സംഹിത 2023. 2, ഭാരതീയ സാക്ഷി അധിനിയം 2023. 3, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്നിങ്ങനെയുള്ള 3 നിയമങ്ങൾ. ഈ 3 നിയമങ്ങളും ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് came into effect on. എല്ലാ നിയമങ്ങളുടെ ആദ്യ ഭാഗം പാർട്ട് 1 പ്രിലിമിനറിയിൽ പറയുന്ന കാര്യമാണ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. നിയമത്തിന്റെ ചുരുക്കപ്പേരെന്ത്? നിയമത്തിന്റെ വ്യാപ്തി എവിടെയെല്ലാമാണ്? കമൻസ്മെന്റ് എന്നാണ് ഈ നിയമം നിലവിൽ വരാൻ തുടങ്ങിയത് എന്നിങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കണം, ഈ നിയമങ്ങൾ 3 നിലവിൽ വന്നത് എന്നാണെന്ന് എല്ലാവർക്കും എന്നാണ്? 2024 എന്നാണ്. ജൂലൈ മാസം 1-ാം തീയതി 2024 ജൂലൈ 1-ന് നിലവിൽ വന്ന 3 പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങളാണ് ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്നിങ്ങനെയുള്ള നിയമങ്ങൾ. നോക്കൂ, നിങ്ങളുടെ സിലബസിൽ 100 മാർക്കിന്റെ ടോപ്പിക്കിൽ ഇതാ കിടക്കുന്നു. പാർട്ട് 6 സ്പെഷ്യൽ ടോപ്പിക്ക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട 20 മാർക്ക്, വിലപ്പെട്ട 20 മാർക്ക്. 20 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 9 മാർക്കും IT ആക്ടിലെ സെക്ഷൻ 78 കൂടെ ചേർന്ന് പരിഷ്കരിച്ചിരിക്കുന്നു കേരള PSC. ഓർത്തിരിക്കണം, മറക്കരുത്. ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. സിലബസിലേക്ക് നമ്മൾ സവിസ്തരം ഒന്ന് കടക്കുന്നു. അതിനു മുൻപ് തന്നെ ഉദ്യോഗാർത്ഥികളെ ഒരു കാര്യം പറയട്ടെ. 3 ക്രിമിനൽ നിയമങ്ങൾ മാറി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പഴയ മെറ്റീരിയലുകൾ എന്ത് ചെയ്യണം? പഴയ നോട്ട് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 3 നിയമങ്ങൾ പേര് മാറി, സെക്ഷനുകൾ മാറി എങ്കിലും പ്രൊവിഷൻസിൽ കാര്യമായ മാറ്റങ്ങളില്ലെന്നല്ല, മാറ്റങ്ങളുണ്ടെങ്കിലും ഭൂരിഭാഗം പ്രൊവിഷൻസും ഏതാണ്ട് പഴയ IPC CRPC നിയമത്തിലെ മാനദണ്ഡങ്ങൾ തന്നെയാണ് ഉള്ളത്. ഉദാഹരണത്തിന് നിർവചനങ്ങൾ, ഡെഫിനിഷൻസ്, ചൈൽഡ്, ഒഫൻസ്, പബ്ലിക് സർവന്റ് ആരാണ്, അല്ലെങ്കിൽ ഹാർബറിംഗ് ഓഫ് എ പേഴ്സൺ നിർവചനം എന്താണ്, അല്ലെങ്കിൽ മർഡർ എന്നാൽ എന്താണ്, കൾപ്പബിൾ ഹോമിസൈഡ് എന്താണ്. ഇത്തരം നിർവചനങ്ങളിൽ മാറ്റങ്ങളൊന്നുമില്ല. പ്രൊവിഷൻസിലും ഏതാണ്ട് വലിയ മാറ്റങ്ങളില്ല. ഒരു കൊലപാതകം എപ്പോഴാണ് കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യയായി മാറുന്നത്? എപ്പോഴാണ് ഒരു മോഷണം അതൊരു കവർച്ചയായി, റോബറിയായി മാറുന്നത്? എപ്പോഴാണ് ഒരു കുറ്റകൃത്യം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകമായി മാറുന്ന സാഹചര്യം എന്താണ്? ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ മാറ്റങ്ങളില്ല. അപ്പോ പഴയ നിയമങ്ങൾ എടുത്തു വെച്ച് പഠിക്കണമെന്നല്ല, പഴയ നിയമങ്ങൾ പഠിച്ചവർക്ക് പുതിയ നിയമങ്ങൾ പഠിക്കാൻ വളരെ ഈസിയാണ്. സെഷൻസ് അടിമുടി മാറി എന്ന കാര്യം വസ്തുതയാണ്. സെക്ഷൻസിന്റെ എണ്ണം എല്ലാം മാറി. പഴയ മർഡർ അല്ല പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ മർഡർ, പഴയ കൾപ്പബിൾ ഹോമിസൈഡ് അല്ല പുതിയ നിയമത്തിൽ, പഴയ ഡൗറി ഡെത്ത് അല്ല പുതിയ നിയമത്തിലെ വകുപ്പ്, എല്ലാം മാറിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി സിലബസിലേക്ക് ഒന്ന് അപ്പോൾ സിലബസ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് അടിമുടി ഇനി ഞാൻ ഒന്നേന്ന് പഠിക്കണം, എനിക്ക് വലിയ പാടാണ്, ഞാൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ പഠിച്ച നിങ്ങൾക്കറിയാവുന്ന സിലബസ് തന്നെയാണ്, പേര് മാറിയെന്നേ ഉള്ളൂ. നമ്മുടെ പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെഷൻസിന്റെ നമ്പറിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മെയിൻ പ്രൊവിഷൻസ് എല്ലാം തന്നെ ഏതാണ്ട് സെയിം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ സവിസ്തരം സിലബസ് മാത്രം ആദ്യം ഈ സിലബസ് അങ്ങോട്ട് പ്രിന്റ് എടുക്കണം. PDF കയ്യിൽ മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക, അതൊരു പ്രിന്റ് എടുത്ത് ആ PDF ഓരോ സെഷൻസ് നിങ്ങൾ പഠിക്കണം. കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് നല്ലൊരു കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ റണ്ണിങ് ആണ് CPO കോഴ്സ്, പുതിയ ബാച്ച് ആരംഭിക്കുന്നു, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ടോപ്പിക്ക് സവിസ്തരം സമയമെടുത്ത് പഠിപ്പിച്ച് PDF നോട്ട് കൊടുത്ത് അതിൻ്റെ വർക്കൗട്ട് ചെയ്യിച്ച് അവർക്ക് വീക്കിലി എക്സാം നടത്തിയാണ് നമ്മൾ പോലീസിന്റെ കോഴ്സ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കത് അനുഭവപ്പെടും, ക്ലാസ്സിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സിലബസിനെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വിലയിരുത്താം. ഓക്കെ അല്ലേ? പോട്ടെ, നോക്കൂ. ആദ്യം പാർട്ട് 1 4 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. പാർട്ട് 1 4 മാർക്ക്. എന്താണ്? ഭാരതീയ ന്യായ് സംഹിത 2023. കണ്ടോ? ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സംഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ ആൻഡ് ജനറൽ എക്സംഷൻ എന്ന് പറഞ്ഞാൽ നിർവചനങ്ങളും പൊതുവായ ഒഴിവാക്കലുകളും എന്ന ഭാഗത്ത് ഡെഫിനിഷൻ നിർവചനങ്ങൾ പറയുന്നു. സെക്ഷൻ 2(3), 2(4), 2(8), 2(13), 2(14), 2(28), 3(5) ഇത്രയും വകുപ്പുകളാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. തീർന്നില്ല, ഒരുപാടുണ്ട്. ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിലെ ഡെഫിനിഷൻ നിർവചനം പ്രതിപാദിക്കുന്നത് പാർട്ട് 1 സെഷൻ 2 അതായത് അധ്യായം 1 വകുപ്പ് 2 നിർവചനങ്ങൾ പറയുക. കണ്ടോ? ചൈൽഡ്, കുട്ടി എന്നാൽ എന്ത്? എന്നാൽ ഒരു കുട്ടിയുടെ നിർവചനം എന്താ പറയുക? 18 വയസ്സിന് താഴെയുള്ള എല്ലാ വ്യക്തികളും കുട്ടികളായി നിയമത്തിൽ കണക്കാക്കുന്നു. കണ്ടോ? കൗണ്ടർ ഫീറ്റ് എന്നാൽ എന്ത്? വ്യാജ നിർമ്മാണം. കൗണ്ടർ ഫീറ്റ്, വ്യാജ നിർമ്മാണം നടത്തുന്ന ആൾ. അതുപോലെ തന്നെ ഡോക്യുമെന്റ്, ഒരു രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഹാർബർ, തുറമുഖം എന്നല്ല ഇതിന്റെ അർത്ഥം. ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറ്റവാളിക്ക് സംരക്ഷണം നൽകുന്ന പ്രവൃത്തി. ഹാർബറിംഗ് ഓഫ് എ പേഴ്സൺ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു വകുപ്പ് കൂടിയാണ്. കുറ്റവാളിക്ക് തങ്ങാൻ സഹായം കൊടുക്കുക, പണം കൊടുക്കുക, ആയുധം കൊടുക്കുക, വാഹനം കൊടുക്കുക, ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെയാണ് സെക്ഷൻ 2(14) ഇഞ്ചറി, പരിക്ക്. ഒരു പരിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ശാരീരികമായ പരിക്ക്, മാനസികമായ പരിക്ക്, സൽകീർത്തിക്ക് ഉണ്ടാകുന്ന കോട്ടം, തന്റെ സൽപ്പേരിനുണ്ടാകുന്ന കളങ്കം. എന്താണ് ഇതിൽ ഇഞ്ചുറി, പിന്നെ പരിക്കെന്ന് പറഞ്ഞാൽ ഇവയെല്ലാം ഓൾ ഓഫ് ദി അബവ് വരും അല്ലേ? നമ്മൾ പഠിക്കുന്നത് ക്ലാസ്സിൽ. അതുപോലെ തന്നെ പബ്ലിക് സർവന്റ്, പൊതുസേവകനാര്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു ഗവൺമെന്റ് സ്ഥാപനത്തെ സഹായിക്കാൻ നിലകൊള്ളുന്ന പഞ്ചായത്ത് അംഗം. ഇതിലാരാണ് പബ്ലിക് സർവന്റ് എന്ന് വെച്ചാൽ ഇവയെല്ലാം എന്നാണ്. ഒരു പഞ്ചായത്ത് അംഗം ഒരു പബ്ലിക് സർവന്റിനെയോ പോലീസുകാരനെയോ അന്വേഷണത്തെയോ സഹായിക്കാനായി നിലനിൽക്കുന്നെങ്കിൽ അയാളും പബ്ലിക് സർവന്റ് എന്ന് വരുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. നിങ്ങളത് പഠിക്കും. അത് അടുത്തത് ഡെഫിനിഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ 3(5) കണ്ടോ? ആക്ട് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് എ കോമൺ ഇന്റൻഷൻ. ഉണ്ടോ? ഒന്നിലേറെ പേർ ചെയ്ത ഒരു കുറ്റകൃത്യം, ഒന്നിലേറെ വ്യക്തികൾ ഒരേ ലക്ഷ്യം വെച്ചൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയും ഒറ്റയ്ക്ക് ചെയ്ത കുറ്റമായി കണക്കാക്കി ഓരോരുത്തരെയും പ്രത്യേകം ശിക്ഷിക്കപ്പെടും. അതിന് ബാധ്യത ഉണ്ടായിരിക്കും എന്ന് പറയുന്ന വകുപ്പാണ് 3(5). കണ്ടോ? ഭാരതീയ ന്യായ് സംഹിതയാണ് നിങ്ങളുടെ പുതിയ സിലബസിൽ. കണ്ടോ നിങ്ങൾ? അതുപോലെ തന്നെയാണ് സെക്ഷൻ 4(11) പണിഷ്മെന്റ്, ശിക്ഷകൾ. ഉണ്ടോ? പണിഷ്മെന്റിനെ പറ്റി പറയുകയാണ്. എത്ര തരം ശിക്ഷകളാണ് പ്രതിപാദിക്കുക? പണിഷ്മെന്റുകൾ എത്ര തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തരം പണിഷ്മെന്റുകൾ. 1 വധശിക്ഷ, 2 എന്താണ്? ജീവപര്യന്തമാണ്, ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. 3-മത്തത് തടവ് ശിക്ഷ. അത് 2 തരത്തിലുണ്ട്. കഠിന തടവുണ്ട്, ലളിതമായ തടവ്, റിഗോറിയസ് ഇംപ്രിസൺമെന്റ്, സിമ്പിൾ ഇംപ്രിസൺമെന്റ്. പിന്നെയോ സ്വത്ത് കണ്ടുകെട്ടൽ, സ്വത്ത് പിടിച്ചെടുക്കൽ. പിന്നെയോ പെനാലിറ്റി, പിഴ, ഫൈൻ ആണ്. അതുപോലെ കമ്മ്യൂണിറ്റി സർവീസ് എന്നിങ്ങനെ 6 തരം പണിഷ്മെന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കും ക്ലാസ്സിൽ. ഉണ്ടോ? അതുപോലെ തന്നെ സെക്ഷൻ ജനറൽ എക്സംഷൻസ്, പൊതുവായിട്ടുള്ള ചില ഒഴിവാക്കലുകൾ. ഉണ്ടോ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. ജുഡീഷ്യൽ ആക്ട്സ്, ഒരു ജഡ്ജിയുടെ ഉത്തരവ് കാരണം, ജഡ്ജിയുടെ ഉത്തരവ് നിമിത്തം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി, ഒരു ദോഷകരമായ സംഭവം, ഒരിക്കലും അതിന് ജഡ്ജി ബാധ്യസ്ഥനായിരിക്കില്ല അല്ലേ? ഒരു ജഡ്ജി ഒരാളെ കഠിന തടവിന് ശിക്ഷിക്കുന്നു.
വിധി കേട്ട പ്രതി കോടതി മുറിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മരണത്തിന്റെ ഉത്തരവാദി ജഡ്ജിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത്തരം പ്രവൃത്തികൾ കുറ്റകരമല്ല എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 15 and 16. നമ്മൾ പഠിക്കുമത് ഉണ്ടോ? എന്താണ് ഒരു ആക്സിഡന്റ്, നെസസിറ്റി ഉണ്ടോ, ഇൻഫാൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുക. കൺസെന്റ്, ഇൻടോക്സിക്കേഷൻ, ഇത്തരം ചില കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കുറ്റകരമായി 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും എന്തല്ല കുറ്റകരമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? എ പേഴ്സൺ ഈസ് ഓൺലി ആൻ അക്യൂസ്ഡ് മാൻ അണ്ടിൽ ഹി ഫൗണ്ട് ഗിൽറ്റി. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നവരെ അയാൾ ആരായിരിക്കും? ആ അക്യൂസ്ഡ് മാൻ ആയിരിക്കും. നമ്മൾ ഇതെല്ലാം ഇതിനകത്ത് പറയുന്ന വകുപ്പുകളാണ് കണ്ടോ. റേപ്പ് 63 and 66, പഴയ IPC ഒന്നും അല്ല കണ്ടോ. സെക്ഷൻ 63 to 66 റേപ്പിനെ കുറിച്ച് പറയുന്നു. സെക്സ്വൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ കുറ്റകൃത്യങ്ങളാണ്. ഒരു ഭാര്യയുമായി വേർപെട്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് അവളുമായി സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാൻ നിർബന്ധിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്താൽ കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് 67 കണ്ടോ. ഇതെല്ലാം വോയറിസം, വായ്നോട്ടം, അല്ലെങ്കിൽ പൂവാലശല്യം, സ്റ്റാൾക്കിങ് ഉണ്ടോ, ഇത് ഡിസ്റോബിങ്, സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടോ, ഇതെല്ലാം പറയുകയാണ്. ഒരു പെൺകുട്ടിയെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിരീക്ഷിക്കുക, അവളുടെ എതിർപ്പ് അറിയിച്ചിട്ട് നിരന്തരം പിന്തുടരുക, അവളെ ശബ്ദബീജികൾ പുറപ്പെടുവിക്കുക, ഇതെല്ലാം തന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡൗറിയുടെ സ്ത്രീധനമായിട്ട് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകമാണ്. വിത്തിൻ 7 years എന്ന് പറഞ്ഞാൽ 7 വർഷം ഉണ്ടോ. നിങ്ങളുടെ പഴയ IPC ആണ് ഈ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഭാരതീയ ന്യായ സംഹിതയാണ് കണ്ടോ. ബൈഗാമി ഉണ്ടോ, ബഹുഭാര്യത്വം, ക്രൂരത, കിഡ്നാപ്പിംഗ്, ഇതെല്ലാം നിങ്ങളുടെ സിലബസിൽ പ്രതിപാദിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒഫൻസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, മനുഷ്യരീരത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, ഇതിൽ വലിയ മാറ്റങ്ങളില്ല. 1-2 സെക്ഷൻസ് കൂടുതലായിട്ട്. ടെററിസ്റ്റ് ആക്ട്, ഇതൊക്കെ കൂട്ടിച്ചേർത്ത വകുപ്പുകളാണ് പുതിയ നിയമത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പഴയ നിയമം പഴയ സിലബസ് നോക്കുന്നവർക്ക് അറിയാം, ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒക്കെ കൂട്ടിച്ചേർത്തതാണ്. കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ, മർഡർ, കൊലപാതകം ഉണ്ടോ, ഹർട്ട്, മുറിവേൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കിഡ്നാപ്പിംഗ്, അസൾട്ട്, അബ്ഡക്ഷൻ ഒക്കെ പറഞ്ഞതാണ്. ഓക്കെ. ഒഫൻസസ് അഗൈൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി നമുക്കറിയാം. അൺലാഫുൾ അസംബ്ലി, എന്താ പറയുക, പിന്നീട് നിയമവിരുദ്ധമായിട്ടുള്ള കൂട്ടം കൂടൽ ഉണ്ടോ, റൈറ്റിംഗ് എന്ന് പറഞ്ഞ കലാപാഹ്വാനം, കലാപം നടത്തൽ, ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ സിലബസിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത കുറച്ച് കാര്യങ്ങളാണ്. ഒഫൻസസ് ഓർ റിലേറ്റിംഗ് പബ്ലിക് സർവന്റ്, ഒരു പൊതുസേവകനെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഡിസൊബേയിങ് ലോ, നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക, പൊതുസേവകനെ തടസ്സപ്പെടുത്തുക, ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തെ നിരുത്സാഹപ്പെടുത്തുക, തടസ്സപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മളതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ. ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, നിങ്ങളുടെ പുതിയ ഭാരതീയ ന്യായ സംഹിത തന്നെയാണ്. തെഫ്റ്റ്, അല്ലേ, മോഷണം, അതുപോലെ തന്നെ സ്നാച്ചിങ്, എക്സ്റ്റോർഷൻ, റോബറി, ഡിക്കോയിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ചീറ്റിങ് ഒക്കെ വരുന്നുണ്ട്. നമുക്കറിയാം. ഇനി അത്രയുമാണ് ഭാരതീയ ന്യായ സംഹിത. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭാരതീയ ന്യായ സംഹിത പഴയ നിങ്ങൾ പരിചയമുള്ള IPC തന്നെയാണ്. കുറേ മാറ്റങ്ങളുണ്ട്. സെഷൻസ് അടിപൊളി മാറി. പഴയ IPCയിലെ സെഷൻസ് ഒന്നും പഠിക്കേണ്ട, പുതിയ നിയമമാണ് പഠിക്കേണ്ടത്. പക്ഷേ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല പരിചയം കാണും. കാരണം നിങ്ങൾ ഒരു തവണയെങ്കിലും കേട്ടവരാണല്ലോ ഇത്, അല്ലേ? കുറച്ചൊക്കെ കേട്ടവർ. പുതിയ ആളുകളോട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പുതിയ ആൾക്കാർക്ക് ഒന്നും നോക്കാനില്ല. കാരണം അവർ ആദ്യമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. അവർ ധൈര്യമായിട്ട് അങ്ങ് പഠിച്ചോളുക. ഞാൻ പറഞ്ഞത് പഴയ ആളുകൾക്കാണല്ലോ കൺഫ്യൂഷൻ ഉള്ളത്, അല്ലേ? അത് പഠിക്കണോ, ഇത് പഠിക്കണോ, ഇനി അതിലെ വകുപ്പ് തന്നെയാണോ, ഇതിലെ വകുപ്പ്, അത് രണ്ടും കൂടി പഠിക്കണോ? ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, സാറേ രണ്ടും കൂടി താരതമ്യം ചെയ്ത് ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല. പഴയ നിയമങ്ങൾ നിങ്ങൾ വിട്ടേക്കുക, ആ പുസ്തകം എടുത്ത് മാറ്റി വെച്ചേക്കുക. അത് നമുക്ക് വേണ്ട. ഇനി പഴയ നിയമങ്ങളുടെ പുസ്തകങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു പോയി, കുറച്ച് അറിവുകൾ തലയിൽ കയറിപ്പോയി പഴയ IPCയിലെ. പുതിയ നിയമം പഠിക്കുമ്പോൾ അതിനെല്ലാം ഇനി തിരുത്തി പഠിക്കണോ? വേണ്ട. സെഷൻസ് ഒന്ന് മാറ്റി പഠിക്കേണ്ടി വരും. സെഷൻസ് പഠിക്കുക, സെഷൻസിന്റെ നമ്പർ കൃത്യമാക്കുക, പ്രൊവിഷൻസ് ഒക്കെ ഏതാണ്ട് സെയിം ആണെന്നാണ്. ശരി, അടുത്ത നിയമത്തിലേക്ക് പോവുകയാണ്. നോക്കുക, പാർട്ട് 2, 3 മാർക്കിന്റെ ടോപ്പിക്കാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. പഴയ CRPC ആക്ട്. CRPC, ഒരു കുറ്റകൃത്യം ആരാണ് അന്വേഷിക്കേണ്ടത്, കുറ്റകൃത്യം വിചാരണ ചെയ്യപ്പെടേണ്ടത്, അതിന്റെ വിചാരണ നടപടിക്രമങ്ങൾ എപ്രകാരമായിരിക്കണം, ഏത് കോടതിയിലാണത് പരിഗണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു നിയമമായിരുന്നു CRPC. അതിന്റെ പരിഷ്കരിച്ച വെർഷൻ, പുതിയ നിയമത്തിന്റെ പേര് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ്. ഓർത്തിരിക്കണം, ഭാരതീയ നാഗരിക്
സുരക്ഷാ സൻഹിത. നിങ്ങളുടെ പഴയ CRPC നിയമത്തിന്റെ പുതിയ പേരാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സൻഹിത 2023. നോക്കുക, ഇതിലെ സെക്ഷൻസ് ഡെഫിനിഷൻ പറയുന്ന ഭാഗമാണ് ആദ്യം പറയുക. വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഡെഫിനിഷൻ തന്നെയാണ്. വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് പറയുകയാണ്. സെക്ഷൻ 2A നേരത്തെ പഴയ CRPCയിൽ ഉണ്ടായിരുന്ന വകുപ്പല്ല, ഇപ്പൊ പുതിയ കൂട്ടിച്ചേർത്തതാണ്. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ നേരത്തെ ഉണ്ടായിരുന്നു. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. കൊഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടായിരുന്നതാണ്. കംപ്ലൈന്റ് ഇല്ലായിരുന്നു. SI സിലബസിനെ ഉണ്ടായിരുന്നുള്ളൂ. കംപ്ലൈന്റ് ഇപ്പോൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഇൻക്വയറി ഇല്ലായിരുന്നു. ഇൻക്വയറി ഉണ്ടായിരുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ ഇൻക്വയറിയും കൂടെ വച്ചാൽ മാത്രമേ താരതമ്യ പഠനം നടത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഇൻക്വയറി സിലബസിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിനോ തെളിവിലേക്കായി നടത്തുന്ന എല്ലാ തരം പ്രവർത്തനത്തെയും അന്വേഷണത്തെയും ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ. എന്നാൽ ഒരു കോടതി ഒരു കേസിന്മേൽ നടത്തുന്ന വിചാരണ നടപടിക്രമം അല്ലാത്ത ബാക്കി എല്ലാത്തരം തെളിവ് കണ്ടെത്തലും ബാക്കി എല്ലാത്തരം അന്വേഷണത്തെയും ഇൻക്വയറി എന്നാണ് പറയുക. ഒരു കോടതി നടത്തുന്ന കേസിന്മേലുള്ള അന്വേഷണം, ചുരുക്കി പറഞ്ഞാൽ ഇൻക്വയറി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ പണ്ട് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ രണ്ടും ഉണ്ട്. അതുപോലെ നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടായിരുന്നു. സമൻസ് കേസ് ഉണ്ടായിരുന്നു. വിക്ടിം ഇല്ലായിരുന്നു. വിക്ടിം എന്നത് നിർവചനം പഴയ CRPCയിൽ ഇല്ലായിരുന്നു, പുതിയ നിയമത്തിലാണ്. വാറണ്ട് കേസ് അത് അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ പഴയ CRPCയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. CRPCയിൽ വിക്ടിം ഇല്ലായിരുന്നു എന്ന് പറയരുതേ. CRPCയിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ശരി. ഇതാ ഒരു കോഴ്സ് നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. CPO WCPOയുടെ പുതിയൊരു കോഴ്സ് ആരംഭിക്കുകയാണ്. പുതിയ മാറിയ സിലബസ്